ഈ കരിങ്ങോഴക്കൽ തറവാട്ടിൽ ഇനി എന്നാ ഒരു കൊടി വെച്ച കാറ് വരുന്നത്? അങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടുത്തെ പുതിയ തലമുറ. കരിങ്ങോഴക്കൽ എന്നുള്ളത് മനസ്സിലായി കാണും. മനസ്സിലായി. കെ എം മാണിയുടെ കെ തുടങ്ങുന്നു അതിൽ നിന്നാണ്. കെ മാതൃഭൂമി നടത്തിയ അക്ഷരോത്സവത്തിൻ്റെ പേര് ക എന്നായിരുന്നു. ഇത് കെ എം മാണിയുടെ കരിങ്ങോഴിക്കൽ തറവാട്. അപ്പോൾ ആ തറവാട്ടുകാരുടെ ഒരു ആഗ്രഹം, പരമ്പരാഗതമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം, നടന്നുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരു കാര്യം, കൊടി വെച്ച കാർ അവിടെ കൂടെ സന്ദർശനം നടത്തുന്നു. ജോസ് കെ മാണി ജനിച്ച നാൾ മുതൽ കൊടിവെച്ച കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് അവരുടെ അവകാശമായിട്ട് അങ്ങ് തീരുക. പിന്നെ അതുപോലെ തന്നെ നോട്ട് എണ്ണുന്ന യന്ത്രം അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊക്കെ സത്യവും ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനൊരു തറവാട്ടം ഉള്ള ഒരു കുടുംബം, പാലയെ വികസിപ്പിച്ച് അമേരിക്കൻ മോഡലിലാക്കുകയൊക്കെ ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് അവിടെ ജനിക്കും. അവിടെ തൻ്റെ അൽമായരുടെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം പങ്കെടുക്കും. കല്യാണമായാലും ശരി, പാല് കാച്ചലായാലും ശരി, മാമോദിസ മുക്കലായാലും ശരി, എല്ലാ കാര്യങ്ങളിലും നിരന്തരമായിട്ട് ഇടപഴകുകയും അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുന്ന ഏത് കല്യാണത്തിന് വിളിച്ചാലും അവിടെ കെ എം മാണി തലേ ദിവസമോ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ കല്യാണ ദിവസമോ ഹാജരായിരിക്കും. സദ്യ ഒന്നും കഴിക്കുകയോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, ചെന്നിരിക്കും. അപ്പോൾ ആ നാട്ടുകാരുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു സംസ്കാരം രൂപവൽക്കരിച്ച ആളാണ് കെ എം മാണി. കുറേയൊക്കെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്ന പോലെ ഞാനും ചെന്ന് ഞങ്ങളുടെ അവിടെ ഒരു റോഡിൻ്റെ ആവശ്യം പറഞ്ഞ് അദ്ദേഹം അപ്പോൾ തന്നെ സാധിച്ചു തരികയൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങൾക്കെല്ലാം വളരെ ആക്സസിബിളായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പ്രാപ്തനാണ്. ചോദിച്ചു വാങ്ങിക്കാനും മിടുക്കൻ. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചാണ് ഈ പാലായിൽ ഇത്രയും വികസനമൊക്കെ ഉണ്ടായത്. പാലയ്ക്ക് കോട്ടയത്തിൽ നിന്ന് വിദഗ്ധമായിട്ടുള്ള ഒരു മുഖച്ഛായ ഉണ്ടാക്കി കൊടുക്കുന്നു അദ്ദേഹം തന്നെ. അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പ് തനിക്ക് വേണമെന്ന് അദ്ദേഹത്തിൻ്റെ മകനായ ജോസ് കെ മാണി വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, പണ്ട് കാലം മുതലേ കേരള കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, കെ എം ജോർജുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ഒരു വലിയ ബന്ധത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ആ കോൺഗ്രസ് പി ടി ചാക്കോയിൽ നിന്ന് ആരംഭിക്കുന്ന ആ ശ്രേണിയുണ്ടല്ലോ. പി സി ചാക്കോ അദ്ദേഹത്തിൻ്റെ മകനാണ്. അതുപോലെ പിന്നെ ഫ്രാൻസിസ് ജോർജ്, കെ എം ജോർജിൻ്റെ മകൻ. ആ പാരമ്പര്യത്തിൻ്റെ പതാകവാഹകർക്ക് അവരോളം ഉയരാൻ പറ്റിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. പി സി ചാക്കോ ഇവിടെ കിടക്കും. അതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ കാര്യം. അദ്ദേഹം കഷ്ടിപുഷ്ടിയായിട്ട് കോട്ടയത്ത് നിന്ന് ജയിച്ച് അങ്ങ് കയറി എന്ന് മാത്രമേ ഉള്ളൂ. UDFൻ്റെ കെയറോപ്പിൽ ജയിച്ചങ്ങ് പോയി. കാരണം എന്താ? പണ്ട് ചാഴികാടനെ സഹിക്കാൻ വയ്യ. ചാഴികാടൻ എന്ന് പറയുന്ന ഒരു കഴിവുമില്ലാത്ത, ഒരു കാര്യവും സാധിക്കാതെ കേരള കോൺഗ്രസിൻ്റെ ലേവലിൽ കയറി ചിറകിലേറി പറന്ന് പാർലമെൻറ്റിലെത്താൻ ശ്രമിച്ച് അദ്ദേഹത്തിനെ സഹിച്ച് മടുത്ത് ജനങ്ങളെ തോൽപ്പിച്ച് അതിൻ്റെ കെയറോപ്പിലാണ്, ദാക്ഷിണ്യത്തിലാണ് ഫ്രാൻസിസ് ജോർജിന് കിട്ടിയത്. അപ്പോൾ ആ പാരമ്പര്യം അങ്ങനെ നമ്മളിപ്പോൾ വേറെ ഉദാഹരണം നോക്കൂ. TM ജേക്കബ് ഇവിടെ നിൽക്കുന്നു, അനൂപ് ജേക്കബ് ഇവിടെ നിൽക്കുന്നു. മാർഗാനിയാസ് കോളേജ് വെച്ച് തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയുണ്ടല്ലോ. അതിൻ്റെ പേരെന്താണ്? കേരള കോൺഗ്രസ് അതിൻ്റെ ഒരു വിദ്യാർത്ഥി സ്റ്റുഡൻസ് എന്തോ ആയിക്കോട്ടെ, കേസ് അത് പിന്നെ ആലോചിച്ച് പറയാം നമുക്ക്. അതിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനായിട്ട് അദ്ദേഹം ശോഭിച്ചിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യത്തിൻ്റെ പതാകവാഹകരാകാൻ മക്കൾക്ക് കഴിയാതെ വരുന്നു എന്നുള്ള സത്യം അവശേഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ PJ ജോസഫും അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അറിയപ്പെടുന്നില്ല. എവിടെ ഷൈൻ ചെയ്യാൻ പറ്റുന്നു? അത് ഇപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ AK ആൻ്റണിയുടെ ഒരു പ്രഭാവമൊന്നും അനിൽ ആൻ്റണിക്ക് ഉണ്ടാക്കാൻ പറ്റുകയില്ല. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ജോസ് കെ മാണിക്ക് താനൊരു കെ എം മാണി ആകണമെന്ന് ആഗ്രഹിക്കാനുള്ള തീർച്ചയായിട്ടും അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം ഒക്കെ നൽകുന്നുമുണ്ട്. പക്ഷേ എത്താൻ പറ്റാത്ത ഉയരമാണത്. അതെത്താൻ പറ്റുകയില്ല. 13 ബജറ്റ് അവതരിപ്പിച്ച കെ എം മാണി എന്ന് പറയുന്ന നല്ല മെയ്വഴക്കമുള്ള ആൾ എവിടെ നിൽക്കണം, എപ്പോൾ നിൽക്കണം. 1ാം നമ്പർ സ്റ്റേറ്റുകാരും കൂടി കരിങ്ങോഴക്കൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, എല്ലാവരോടും ചിരിക്കാനും അറിയാം. ഇവിടെ ഇപ്പോൾ ആ രീതിയിൽ കുറച്ചൊക്കെ ഉയരാൻ പറ്റുമായിരുന്നു ജോസ് കെ മാണിക്ക്. കാരണം UDFൻ്റെ ബന്ധാവ് മാത്രമേ അവർക്ക് പിന്തുടരാൻ കഴിയത്തുള്ളൂ. അവിടെയാണ് അവർക്ക് ശക്തിയും ബലവും ഒക്കെ വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ജോസ് കെ മാണി വിഭാഗം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പുറത്തേക്ക് വരാനുള്ള സാധ്യത തെളിയുന്നു എന്നാണല്ലേ? യു സെഡ് ഇറ്റ്. വാസ്തവമാണത്. കാരണം അതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത്, നാച്ചുറലായിട്ടുള്ളൊരു ഇക്കോ സിസ്റ്റം. ആനയുടെ ഇക്കോ സിസ്റ്റം എവിടെയാണ്? വനമാണ്. മത്സ്യത്തിൻ്റേത് എവിടെയാണ്? കടലാണ്. അപ്പോൾ പക്ഷികളുടേത് എവിടെയാണ്? പക്ഷികളുടേത് ആകാശമാണ്. അതുപോലെ തന്നെ വാനരന്മാരുടെ എവിടെയാണ്? മരങ്ങളാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ആയിട്ടുള്ള എക്കോ സിസ്റ്റം ഉണ്ട്.
തീർച്ചയായിട്ടും UDF തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ എവിടെയെങ്കിലും കയറിക്കഴിഞ്ഞാൽ അത് എച്ച് കെട്ടിയ അഴ അല്ലെങ്കിൽ അയ പോലായിത്തീരും. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ CPMൻ്റെ കൂടെ കൂടിക്കൊണ്ട് ശ്വാസം മുട്ടുകയാണ് ജോസ് കെ മാണി എന്നുള്ളത് സംശയമില്ല. ഇതിലിപ്പോൾ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് റോഷി അഗസ്റ്റിൻ, നമ്മുടെ നികുതി കരം കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, റോഷ്. അതെ, ഈ റോഷി അഗസ്റ്റിൻ കൊടിവെച്ച കാറുമായിട്ട് കരിങ്ങോഴക്കൽ തറവാട്ടിലോട്ട് ചെല്ലുന്നുമില്ല. അതാണ് അതിൻ്റെ പരാതി. മാണി ഇരുന്ന സമയത്ത്, KM മാണി ഇരുന്ന സമയത്താണ് പലവട്ടം പോയിനി. ബാർകോഡ് കേസ് വന്നപ്പോൾ കണ്ട ഒരു വീഡിയോ ഉണ്ടോ? വിജയനാഥ് ഓർമ്മിക്കുന്നുണ്ടോ ആ വീഡിയോ? ആ വീഡിയോയിൽ ശരിക്കും KM മാണി ആടി ഉലഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, നടന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആടി ഉലഞ്ഞ് തകർന്നാണ്. ശരീരഭാഷ കൊണ്ട് നമ്മളിപ്പോൾ രാഷ്ട്രീയം വായിക്കാറുണ്ടല്ലോ. അങ്ങനെ ആടി ഉലഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലം കൈയോട് ചേർന്ന് നിൽക്കുന്നത് ഈ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിന് താങ്ങായിട്ട് വന്നത് ജോസ് കെ മാണിയല്ല, റോഷി അഗസ്റ്റിനാണ്. അതിൻ്റെ ഒരു അംഗീകാരമാണ് ജോസ് കെ മാണി അദ്ദേഹത്തിന് നൽകിയത്, മന്ത്രിസ്ഥാനം. ആ മന്ത്രിസ്ഥാനത്ത് എന്തായാലും ഭാഗ്യം കൊണ്ട്, ഒരു കഴിവുള്ള മന്ത്രിയൊന്നുമല്ല അദ്ദേഹം, വലിയ കഴിവൊന്നും തെളിയിച്ചിട്ടുള്ള കേരള കോൺഗ്രസ്സുകാരനുമല്ല. പിന്നെ കേരള കോൺഗ്രസിൻ്റെ ഒരു സമീപനമുണ്ട് കേട്ടോ. അവർ കാണാൻ നല്ല പൊക്കവും നല്ല വെളുപ്പ നിറവും സുമുഖന്മാരുമായിട്ടുള്ള ആൾക്കാരെയാണ്. അവിടെ കോട്ടയത്ത് നമുക്ക് പോയാൽ അറിയാം, പാർട്ടി ഓഫീസിൽ ചെന്ന കതർ ഉടുപ്പും വെള്ളമുണ്ടും ഇട്ട് ഈ സുമുഖന്മാരും അത് സുന്ദരന്മാരും നല്ല പൊക്കമുള്ള ആൾക്കാർ എയർ ഇന്ത്യയൊക്കെ സെലക്ഷൻ നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഗ്ലാക്സോ അവരുടെ മെഡിക്കൽ റെപ്സിനെ തിരഞ്ഞെടുക്കുന്ന പോലെ 6 അടി പൊക്കമെങ്കിലും വേണം കാണാൻ, നല്ല സൗമ്യം. ആ രീതിയിലാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം അങ്ങ് UDFിലേക്ക് വന്നാലും റോഷി അഗസ്റ്റിൻ അവിടെ നിൽക്കുമെന്നാണോ പറയുന്നത്? റോഷി അഗസ്റ്റിനെ ഇടഞ്ഞു നിൽക്കുക, ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുക. UDFിലേക്ക് പോകണമെന്ന് കേരള കോൺഗ്രസിന് മൊത്തത്തിലൊരു അഭിപ്രായം രൂപപ്പെട്ടു. പക്ഷേ വേറെ വ്യവസ്ഥകളുണ്ട് അതിനകത്ത്. എന്തായാലും അങ്ങോട്ട് ചെന്നാൽ UDF ചെല്ലുമ്പോൾ അവിടെ പാലാ മണ്ഡലം ഇരിക്കുന്നത് കാപ്പൻ്റെ കയ്യിലാണ്. അതെ, കാപ്പൻ കൊടുക്കുമോ? കാപ്പൻ കൊടുക്കുകയില്ല, കാപ്പൻ തന്നെ അവിടെ ജയിക്കുകയും ചെയ്യും. ജോസ് കെ മാണിക്ക് ആ മണ്ഡലത്തിനോടുള്ള ഒരു വലിയ ബന്ധം വളരെ വലുതാണ്. അതവിടെ തോറ്റു, തോപ്പിച്ചോ, അത് വേറെ കാര്യം, അത് ബ്രാക്കറ്റിൽ പറയേണ്ട കാര്യമാണ്. അപ്പോൾ ലീഗ് വേറൊരു ശ്രമം നടത്തുന്നുണ്ട്. ലീഗ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നടത്തുകയല്ല, അത് പണ്ട് തൊട്ടേ തിരുവമ്പാടി സീറ്റ് ആവശ്യമാണ് ലീഗിന്. കാരണം ജോസ് കെ മാണിയും കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് UDFിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം. അതെ, കാരണം അടുത്ത തവണയും ഭരണമില്ലാതെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഭ്രാന്തളകാൻ പോകുന്നത് ലീഗാണ്. അതെ അതെ, അതുകൊണ്ട് അവരാണ് ഇതിനാക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അവരൊരു തന്ത്രവും പ്രയോഗിച്ചിട്ടുണ്ട് ബുദ്ധിപരമായി. തിരുവമ്പാടി സീറ്റ്, തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിൻ്റെ ബെൽറ്റിൽ പെട്ടതാണെങ്കിലും അത് CPM ആണ്. അതെ, കുടിയേറ്റ കർഷകർ ധാരാളമായിട്ടുള്ള പാലയിൽ കേരള കോൺഗ്രസിന് വളരെ അനുകൂലമായിട്ട് പറ്റും. പക്ഷേ ഇപ്പോഴുള്ള CPM MLAയുടെ 2021 ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ കുറവാണ്, 3000-നകത്താണ്. കേരള കോൺഗ്രസും ലീഗും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് അങ്ങനെയും മാറ്റിയെടുക്കാം. പിന്നെ ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു തന്ത്രം ഇപ്പോൾ VD സതീശൻ പ്രയോഗിച്ചത് കണ്ടോ? ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കുടിയേറ്റ കർഷകർ, മലയോരങ്ങളിൽ താമസിക്കുന്ന കൃഷിക്കാരുമാണ്. കേരളത്തിൻ്റെ മലയോരങ്ങളിൽ റബ്ബർ, ഈ വിജയനാഥൻ, നമ്മൾ ഈ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ റബ്ബർ കർഷകർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ മനസ്സിലാക്കണം, കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഒന്ന് പോയി നോക്കൂ. അവിടെ കാണാൻ രാവിലെ റബ്ബറും വെട്ടിട്ട് ഈ റബ്ബർ വെട്ടുന്ന കത്തിയുണ്ടല്ലോ, ആ കത്തി കൊണ്ട് ടാപ്പിംഗ് നടത്തുന്ന, റബ്ബർ വെട്ടുന്ന ആൾക്കാരെ കാണാം. അവരിങ്ങനെ പാവങ്ങൾ കഷ്ടം, തന്നെത്താനെ വെട്ടുക ആളില്ലാഞ്ഞിട്ട് എന്ന് വിചാരിക്കും. വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോൾ ബാറിലേക്ക് അവർ പോകുന്ന കാറെന്ന് പറഞ്ഞാൽ ഈ മൂക്കുള്ള കാറുണ്ടല്ലോ, വലിയ വില കൂടിയ ബെൻസ് കാറുകളിലൊക്കെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അധ്വാനവർഗമെന്ന് അതുകൊണ്ടാണ് അവർക്ക് പേരിട്ട്. അധ്വാനത്തിൽ നിന്ന് ആസ്വാദനത്തിലേക്ക് പോവുകയാണ്. ആസ്വാദനം ബാറിലാണ്, അടുത്ത ബാറിലേക്ക് പോവുകയാണ്. ഒരു വക ഒരു മനുഷ്യന് കൊടുക്കുകയില്ല. പണം സമ്പാദിക്കാനുള്ളതാണോ, കൊടുക്കാനുള്ളതല്ല. ഉള്ളവനില്ലാത്തവന് കൊടുക്കുക എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ വചനമൊന്നും അല്ല. അവർ നോക്കുക, 5 പൈസ ആർക്കും കൊടുക്കുകയില്ല. നല്ലപോലെ ധനം സമ്പാദിച്ച് നല്ല 1-ാം തരം വീടുകളും വെച്ച് അതിൻ്റെ മുമ്പിൽ പേരും വെച്ച് മാന്യമായിട്ട് താമസിക്കും. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കത്തില്ല. അങ്ങനെ ഗുണമുണ്ട്. വർഗീയതയുടെ വിഷം പരത്തുകയില്ല, വർഗീയതയുടെ വിഷം പരത്തുകയും അവർ ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ റബ്ബറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ വന്നാൽ അവർക്ക് ലോബിയുണ്ട്. ആ ലോബിയെ ഇളക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഡിമാൻഡുകൾ. ഇപ്പോൾ നമ്മൾ കണ്ടോ, വന്യജീവി സംഘർഷം, എത്ര പാവപ്പെട്ട ആദിവാസികളാണ് മരിക്കുന്നത്. അന്നേരം ശവം കൊണ്ടൊരു ഘോഷയാത്ര നടത്തുന്നതിനപ്പുറം ഇത് ശക്തമായിട്ടൊരു ലോബിയിങ് നടത്താൻ നിയമസഭയിൽ പോലും ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടോ വാസ്തവത്തിൽ? ഇല്ല എന്നുള്ളത്. ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. അതൊരു ജീവൻ മരണ പ്രശ്നമായിട്ട് പോലും അതിന് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല. അതേസമയം റബ്ബറിൻ്റേത് ഒരു ലാഭനഷ്ട പ്രശ്നമായിട്ടും അതിന് ഇന്ത്യൻ പാർലമെൻറ്റ്, അതുപോലെ തന്നെ കേരള നിയമസഭ, ഇവിടെ എല്ലാം നല്ല ശബ്ദവും നല്ല പ്രഷറും അതിൻ്റെ ഫലമായിട്ട് നല്ല ആക്ഷനും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ തിരുവമ്പാടി അങ്ങനെ ജോസ് കെ മാണിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ലീഗിനപ്പോൾ ഒരു സീറ്റ് പിന്നെ നഷ്ടമാകത്തില്ലേ? ലീഗിന് നഷ്ടം വരുന്ന പ്രശ്നമില്ല. ഡീലിമിറ്റേഷൻ വന്നു കഴിയുമ്പോൾ ലീഗിന് വേറെ കിട്ടുന്ന എണ്ണം കൂടും. മേക്കപ്പ് ചെയ്യുമവര്. മേക്കപ്പ് ചെയ്യും എന്ന് മാത്രമല്ല, ലീഗിൻ്റെ ഇപ്പോഴത്തെ തന്ത്രം എന്ന് പറഞ്ഞാൽ ആ മലപ്പുറത്ത് മാത്രമായിട്ട് ഒതുങ്ങാതെ മൂവാറ്റുപുഴ, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് സ്റ്റേക്ക് ഉണ്ട്. വയനാട്ടിലേക്ക് നേരത്തെ തന്നെ വ്യാപിച്ചു കഴിഞ്ഞു. പ്രിയങ്കയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പിന്നിൽ ലീഗാണെന്നാണ്. ഇങ്ങോട്ട് മാറി വരികയാണ്. അവരുടെ ബേസ് കൂടിക്കൂടി വരികയാണ്. അവിടെ എല്ലാം ഇപ്പോൾ നമുക്കറിയാം, അവരുടെ ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പ്രതാപവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ പറയും തൃശ്ശൂരിന് ഇപ്പുറത്തോട്ടില്ല. അത് കേരളം മുഴുവൻ അത് വളരെ ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം, അവരുടെ ഡെമോഗ്രാഫിക് പ്രസൻസ്, ആ ഡെമോഗ്രാഫിക് പ്രഷർ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ ലീഗിൻ്റെ വേറൊരു നേട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ അവർക്കൊരു 20 സീറ്റിൽ അവർ മത്സരിക്കുകയാണെങ്കിൽ അത് LDF-ലാണ് അവർ നിന്ന് മത്സരിക്കുന്നതെങ്കിൽ UDF നിൽക്കുന്നതെങ്കിൽ പോലും അവർക്ക് അവരുടെ മണ്ഡലം അവർ സേഫ് ആയിരിക്കും എന്നുള്ളത്. സേഫ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ പിന്നെ ചുരുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കേരള കോൺഗ്രസും തമ്മിൽ അകലാനുണ്ടായ കാര്യം രമേശ് ചെന്നിത്തലയും ജോസ് കെ മാണിയും തമ്മിലുള്ള പിണക്കമാണ്. ആ പിണക്കം എന്ന് പറയുന്ന കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് അത് കരാറാണ്. ആ കരാറനുസരിച്ച് വിട്ടു നൽകണം എന്ന് ശക്തമായിട്ട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതിപ്പോൾ മനസ്സിലെന്ന് ജോസ് കെ മാണി പറഞ്ഞു. എന്നാൽ നിങ്ങൾ പുറത്തു പോകുമെന്ന് രമേശ് ചെന്നിത്തല പറയാതെ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ഡിവിഷനാണ്, അല്ല രാഷ്ട്രീയമോ ആശയപരമായിട്ടുള്ള ഒരു ഡിവിഷൻ അല്ലത് എന്നതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും അടുത്ത തവണ UDF ജയിക്കും എന്നൊരു സ്റ്റഡിയുണ്ട്, പൊളിറ്റിക്കൽ സ്റ്റഡിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വരും. റോഷി അഗസ്റ്റിൻ മാറി നിന്ന വേറൊരു കേരള കോൺഗ്രസ് കൂടി കേരളത്തിനായി, 10ാമത്തെ കേരള കോൺഗ്രസ് ആയി. അത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. അത് 10ാമത്തെ കേരള കോൺഗ്രസ് ആവും അല്ലേ? KSC എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു തിരുത്ത്. കേരള സ്റ്റുഡൻറ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയാണ് ഞാൻ പറഞ്ഞത്. അതിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഈ കേരള കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ അതപ്പോൾ റോഷിയുടെ പേരിൽ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് 10ാമത്തെ അതാവും അല്ലേ? റോഷിയൊന്നും വലിയ മാസ് ബേസ് ഒന്നുമില്ല. അദ്ദേഹം ഇപ്പൊ നമ്മുടെ ബാലകൃഷ്ണനുള്ള ഗ്രൂപ്പ് ഗണേശൻ ഒറ്റയാളല്ലേ? അതെ, കേരള കോൺഗ്രസ്സാ. അതെ. പിന്നെ ഇദ്ദേഹം നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടിരുന്ന നമ്മുടെ ആന്റണി രാജുവും കേരള കോൺഗ്രസ് അല്ലേ? ജനാധിപത്യ കേരള കോൺഗ്രസ് അല്ലേ? അതെ അതെ. അതിലൂടെ ഒരു മന്ത്രിയുമായി 9 എണ്ണങ്ങളും ആയിപ്പോ. ഇനി ഒന്നും കൂടെ കൂടി എന്താ കേരളത്തിന് ഒരു പ്രശ്നം? അത്രേ ഉള്ളൂ. കേരള കോൺഗ്രസ് എൻ്റെ വിചാരം അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് UDF തന്നെ പോകും. ഇപ്പോൾ ശക്തമായിട്ട് പറയുന്നല്ലോ. ഞങ്ങൾ LDF ഉറച്ചു നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ജോസ് കെ മാണി പറയുമായിരുന്നല്ലോ. അവരൊപ്പം ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇല്ല. എൻ്റെ രാഷ്ട്രീയ പഠനത്തിൽ അങ്ങനെ തോന്നുന്നില്ല. അവർ പതുക്കെ മാറി വരും. അവരെ പോക്കറ്റിലാക്കുകയും ചെയ്യും. അതിനാണ് ഈ മലയോര റാലി നയിച്ചുകൊണ്ട് മുന്നേറുന്നത്. VD സതീശൻ്റെ നേതൃത്വം. മലയോരം മാത്രമായിട്ട്, മറ്റെല്ലാം കേരള യാത്രയല്ലേ? എന്തുകൊണ്ട് മലയോരം? അപ്പോൾ ഇത് അടുക്കാനുള്ള ഒരു വഴിയാണ് മലയോര പാത ഇവർക്ക് തുറന്ന് നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.